നിങ്ങൾ ഇങ്ങനത്തെ ഒരു ബെഡ് കണ്ടിട്ടുണ്ടോ? കണ്ടാൽ ശരിക്കും സാധാരണ ബെഡ്, പക്ഷേ ഒരു പ്രത്യേകത ഉണ്ട്. ഇത് ഭൂകമ്പ സുരക്ഷിതത്വ ബെഡാണ്. അതായത് കണ്ടാൽ സാധാ ബെഡാണ്, പക്ഷേ ഒരു വലിയ ഭൂമിക്കുലുക്കൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ വൈബ്രേഷൻ ഇതിൻ്റെ സെൻസർ പിടിക്കുകയും പെട്ടെന്ന് അതിൻ്റെ നടു പിളരുകയും നമ്മൾ അകത്തേക്ക് പോവുകയും ചെയ്യും. അതിൻ്റെ മുകളിൽ കിടക്കുന്ന മനുഷ്യൻ ആൾ കിടക്കുന്ന ബെഡോട് കൂടി താഴേക്ക് നീങ്ങുകയും അവിടെ സുഗമമായി ലാൻഡ് ചെയ്യുകയും ചെയ്യും. മാത്രമല്ല ഉടനെ തന്നെ അതിൻ്റെ അടപ്പ് അടയുകയും ഇനി വീട് തന്നെ പൊളിഞ്ഞ് ചാടിയാലും അത് എത്ര നിലയുള്ള ബിൽഡിംഗ് ആണെങ്കിലും അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആൾ അതിൻ്റെ ഉള്ളിൽ സേഫ് ആയിരിക്കും. കാരണം അത് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല കരുത്തുറ്റ സ്റ്റീൽ കൊണ്ടാണ്, അതും സ്റ്റെയിൻലെസ് സ്റ്റീൽ. മാത്രമല്ല അതിന് നല്ല ഫ്രെയിമുണ്ട്, സ്ട്രോങ് ഫ്രെയിം. അതുകൊണ്ട് ചുറ്റുമുള്ള ചുമര് ഇതിൻ്റെ മുകളിലേക്ക് ശക്തിയായി വീണാലും വെട്ടിക്കൊന്നും പറ്റൂല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ദിവസം താമസിക്കേണ്ടി വന്നാലും ആവശ്യത്തിനുള്ള ഭക്ഷണവും വെള്ളവും എങ്ങാനും തീ വന്നാൽ അത് കെടുത്താനുള്ള ഉപകരണങ്ങളും എല്ലാം ഇതിൻ്റെ ഉള്ളിൽ റെഡിയാണ്. മരുന്നുകളുണ്ട്. ശരീരത്തിൻ്റെ കോശങ്ങളിലേക്കൊക്കെ ആവശ്യത്തിന് ഓക്സിജൻ എത്താത്ത ഹൈപ്പോക്സിയ പ്രിവെന്റ് ചെയ്യുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ചുറ്റുമുള്ള പ്രതലം ഫയർ പ്രൂഫാണ്. ഈ എർത്ത് ക്വേക്ക് ബെഡ് സിഗ്നലുകൾ പുറപ്പെടുവിപ്പിക്കും. അതായത് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആള് എവിടെ കിടക്കണം എന്നുള്ളത് അതുകൊണ്ട് പുറമേ ഉള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതും അടിപൊളി ഡിഫറെൻറ്റ് സ്റ്റൈൽ മരപ്പണികൾ എന്ന് പറയാൻ പറ്റില്ല, സ്റ്റീൽ പണികളൊക്കെ അവൈലബിൾ ആണ്. സ്റ്റാൻഡേർഡ് ഡിസൈൻ കൂടാതെ സൈഡ് ഡോറ്, സ്ലൈഡിങ് ഡോറ്, ലിഫ്റ്റിംഗ്. അത് സാധാരണ കാറിലെ പുതിയ പുതിയ മോഡൽ ഇറങ്ങുമ്പോൾ അതിൽ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് ഇല്ല, അതുപോലത്തെ പലവരുത സേഫ്റ്റി ഫീച്ചേഴ്സ് കൂടിയിട്ടാണ് ഇത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും നമ്മുടെ നാട്ടിൽ ഭൂകമ്പം കുറവായതുകൊണ്ട് നമുക്കിതൊരു വിഷയമല്ല, അല്ലേ? ജപ്പാനികൾക്ക് ഇത് ഏതായാലും വളരെ അത്യാവശ്യമായിരിക്കും. പക്ഷേ യുദ്ധം പൊട്ടി പുറപ്പെട്ടാൽ നമുക്കും ഈ ബെഡ് വേണ്ടി വന്നേക്കാം.